നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പിണറായി വിജയന് വല്ലാത്ത കാലക്കേട്. പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ കയറിയിരുന്നിട്ടും രക്ഷയില്ല. അധികാരമുണ്ടായിരുന്നപ്പോൾ കാണിച്ചു കൂട്ടിയതിന് ഒരറ്റത്തൂന്ന് പണി കിട്ടി തുടങ്ങിയിരിക്കുകയാണ്. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസ് പിണറായിക്ക് വല്ലാത്ത തലവേദനയായി മാറുന്നു. ADGP MR അജിത് കുമാറിനും കുരുക്ക് മുറുക്കി ഷൗക്കത്ത് അലി നേരെ പായുന്നത് പിണറായിക്കരികിലേക്കാണോ? ഷൗക്കത്ത് അലി പിണറായിയെ ചോദ്യം ചെയ്യുമോ? അങ്ങനെ സംഭവിച്ചാൽ ഇരട്ടച്ചങ്കൻ തീർന്നു. അടിച്ചവനെ മാത്രമല്ല അടിപ്പിച്ചവനെയും തൂക്കണം. പിന്നിലുള്ള എല്ലാവന്മാരെയും വിലങ്ങ് വെപ്പിക്കണം. കേസിൽ നിന്ന് പിന്മാറില്ലെന്ന് പ്രഖ്യാപിച്ച് ഉറച്ചു നിൽക്കുന്ന ആലപ്പുഴ MLA AD തോമസ് പിണറായിക്ക് പണിയാകുകയാണ്. MLAയുടെ ലക്ഷ്യം പിണറായിയുടെ കയ്യിൽ വിലങ്ങ് വെപ്പിക്കുകയാണ്. ഒന്നും നടന്നില്ലെങ്കിൽ വിജയനെ കോടതിയെങ്കിലും കയറ്റിക്കണം. ഈ കേസ് അട്ടിമറിക്കാൻ നോക്കിയ ADGP MR അജിത് കുമാറിനെ ഉൾപ്പെടെ ഷൗക്കത്ത് തൂക്കിക്കഴിഞ്ഞിട്ടുണ്ട്. അന്വേഷണം മുന്നോട്ട് പോകും എന്നതിന്റെ തെളിവാണ് ഇത്. എങ്കിൽ നേരെ എത്തുക പിണറായി വിജയനിലേക്കാണ്. കാരണം ഇത് രക്ഷാപ്രവർത്തനമാണെന്ന് പ്രഖ്യാപിച്ചത് പിണറായി വിജയനായിരുന്നു. നവകേരള ബസ് വരുന്നു, കരിങ്കൊടിയുമായി AD തോമസും സംഘവും എത്തുന്നു. പിന്നെ അതായത് പിണറായി വിജയനെ അവർ കരിങ്കൊടി കാണിക്കുന്നുണ്ട്. പിന്നെ ബസ് പാഞ്ഞു കടന്നു പോകുന്നു. പിന്നാലെ വന്ന വാഹനത്തിൽ ഉണ്ടായിരുന്നവരാണ് ആ ഗൺമാന്മാർ ഇറങ്ങി വന്നാണ് ഗുണ്ടായിസം കാണിച്ചത്. കൃത്യമായ നിർദ്ദേശം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഗൺമാന്മാർ പ്രവർത്തിച്ചത്. അങ്ങനെയെങ്കിൽ അവർക്ക് നിർദ്ദേശം കൊടുത്തത് ആരാണ് എന്നുള്ള ചോദ്യം ശക്തമാകുന്നു. പിണറായി വിജയനെ വെട്ടിലാക്കുന്ന നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കേസ് ഡയറി തിരുത്താൻ അജിത് കുമാറിന്റെ ഇടപെടൽ ഉണ്ടായെന്ന് പ്രത്യേക അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അജിത് കുമാർ പിണറായി വിജയന്റെ ശിങ്കിടിയാണ്. ഇതുകൂടാതെ കേസിൽ P ശശിക്കും ഗപ്പ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. പിണറായി കാലത്ത് ആഭ്യന്തരം ഭരിച്ചിരുന്നത് P ശശിയാണെന്ന ആരോപണമുണ്ടല്ലോ. നവകേരള യാത്ര സമയത്ത് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ തല്ലിച്ചതയ്ക്കാൻ പോലീസുകാരെ സജ്ജമാക്കിയത് ശശിയാണ് എന്ന ആരോപണം ഇപ്പോൾ ശക്തമായി ഉയർന്നു വരുന്നു. ഇതുകൂടാതെ P ശശിക്കിട്ട് അൻവറും വെടിപൊട്ടിച്ചിരിക്കുകയാണ്. ഗൺമാന്മാരുടെ മർദ്ദന കേസ് അട്ടിമറിച്ചത് ADGP അജിത് കുമാറും P ശശിയുമാണെന്ന് അൻവർ വ്യക്തമാക്കുന്നു. പൂരം കലക്കൽ ഉൾപ്പെടെയുള്ള കേസുകളിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിക്കുമെന്ന് അൻവർ വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ തീരുമാനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷ. അജിത് കുമാറിനെതിരായ കേസുകളിൽ പുനരന്വേഷണം ആവശ്യപ്പെടും. ആലപ്പുഴയിലെ നവകേരള സദസ്സിനിടെയുണ്ടായ മർദ്ദനത്തിന് പിന്നിൽ P ശശിയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിക്കാൻ P ശശിയാണ് നിർദ്ദേശം നൽകിയത്. P ശശിയും അജിത് കുമാറും ചേർന്നാണ് ഗൂഢാലോചനകളെല്ലാം നടത്തിയത്. അജിത് കുമാറിനെതിരെ ശക്തമായ നടപടി കൈക്കൊള്ളുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അൻവർ പ്രതികരിച്ചു. അതായത് അൻവറും പറഞ്ഞു വെക്കുന്നത് P ശശിക്കും ഇതിൽ കൃത്യമായ പങ്കുണ്ട് എന്നാണ്. അന്വേഷണം മുറുകിയാൽ, സത്യസന്ധമായി മുന്നോട്ട് പോയാൽ P ശശി ഉൾപ്പെടെ കുടുങ്ങും എന്ന് തന്നെയാണ് അൻവറും പറയുന്നത്. ഞങ്ങൾ പിണറായിക്ക് സുരക്ഷ ഒരുക്കിയതാണെന്ന് മോങ്ങിക്കരഞ്ഞ് ഗൺമാന്മാർ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ബസ്സിൽ പോയ പിണറായിയെ കരിങ്കൊടി കാണിച്ചതിന് തീവ്രവാദികളെ പോലെ വളഞ്ഞിട്ട് തല്ലുന്നത് എന്തുതരം രക്ഷാപ്രവർത്തനമാണെന്ന പിരിവെട്ടിക്കുന്ന ചോദ്യം ഏമാന്മാർക്ക് നേരെയുണ്ട്. KSU യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച സുരക്ഷാ സംഘത്തിന് ഔദ്യോഗിക ജോലി എന്നതിന്റെ ആനുകൂല്യം ലഭിക്കില്ല എന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട്. Z+ കാറ്റഗറിയിലുള്ള VIP-യുടെ സുരക്ഷാ സംഘത്തിന്റെ ചുമതലയിൽപ്പെടുന്ന കാര്യങ്ങളല്ല പിണറായി വിജയന്റെ ഗൺമാനും സംഘവും ചെയ്തത്. VIP-കളുടെ സുരക്ഷ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ യെല്ലോ ബുക്കിലെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സംഘത്തിന്റെ പ്രവൃത്തി. VIP സംഘർഷ സ്ഥലത്ത് പെട്ടുപോയാൽ അദ്ദേഹത്തെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോവുകയാണ് അവരുടെ ചുമതല. അതിനുശേഷം അവിടുത്തെ ക്രമസമാധാനം നിയന്ത്രിക്കേണ്ടത് ലോക്കൽ പോലീസാണ്. എന്നാൽ 2023 ഡിസംബർ 15 മുഖ്യമന്ത്രി സഞ്ചരിച്ച നവകേരള ബസിന് നേരെ കരിങ്കൊടി കാണിച്ച KSU ജില്ലാ പ്രസിഡന്റ് AD തോമസിനെയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസിനെയും മർദ്ദിച്ച സുരക്ഷാ സംഘം ഈ നിർദ്ദേശങ്ങൾ ലംഘിച്ചത് ചട്ടലംഘനത്തിനു പുറമെ കടുത്ത സുരക്ഷാ വീഴ്ചയുമാണ്. മുഴുവൻ സമയവും VIP-യുടെ ഏറ്റവും അടുത്തുണ്ടാകണം എന്നതാണ് സുരക്ഷാ സംഘത്തിനുള്ള നിർദ്ദേശം. VIP-യുടെ വാഹനത്തിന്റെ മുന്നിലും പിന്നിലുമായാണ് ഇവർ സഞ്ചരിക്കേണ്ടത്. VIP-യുടെ വാഹനം നിർത്തിയാൽ മാത്രമേ ഇവരുടെ വാഹനം നിർത്താൻ അനുവാദമുള്ളൂ. എന്നാൽ പിണറായി വിജയന്റെ വാഹനം കടന്നുപോയതിനു ശേഷമാണ് ഇവർ വാഹനം നിർത്തി പുറത്തേക്കിറങ്ങി പ്രതിഷേധക്കാരെ മർദ്ദിച്ചത്. ഇത്രയും സമയം VIP-യുടെ കൂടെ സുരക്ഷാ സംഘം ഉണ്ടായിരുന്നില്ല. സുരക്ഷാ സംഘത്തിന്റെ വാഹനം നിർത്തിയതോടെ ഇതിന് പിന്നിലുള്ള ആംബുലൻസും അഗ്നിരക്ഷാ സേനയുടെ വാഹനവും ഉൾപ്പെടെയുള്ള വാഹന വ്യൂഹവും ഗതാഗത കുരുക്കിൽപ്പെട്ടു.
ഇതെല്ലാം സുരക്ഷാ വീഴ്ചയാണെന്ന് അന്വേഷണ സംഘം കൃത്യമായി കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സംഭവ സ്ഥലത്ത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പ്രതിഷേധക്കാരെ പിടിച്ചുമാറ്റി ശാന്തരാക്കിയതിനു ശേഷമാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ അവിടെ എത്തി ഇവരെ മർദ്ദിക്കുന്നത്. സുരക്ഷാ സംഘത്തിന് പോലീസ് വകുപ്പ് അനുവദിച്ച ആയുധം കൈത്തോക്കാണ്. എന്നാൽ ചൂരൽ വടി ഉപയോഗിച്ചാണ് ഇവർ മർദ്ദിച്ചത്. സാധാരണ പോലീസുകാർ ഉപയോഗിക്കുന്ന ലാത്തിയേക്കാൾ നീളം കൂടുതലുള്ള ചൂരൽ വടിയാണിതെന്നും ഇത്തരം വടി പോലീസ് വകുപ്പ് ആർക്കും നൽകിയിട്ടില്ല എന്നും SIT റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതായത് കൃത്യമാണ്, ഈ നവകേരള സദസ്സിൽ പ്രതിഷേധവുമായി എത്തുന്നവരെ തല്ലിച്ചതയ്ക്കുന്നതിന് വേണ്ടി ഇവർ നേരത്തെ തന്നെ ആയുധങ്ങൾ തയ്യാറാക്കി വെച്ചിരുന്നുവെന്ന്. കേസിലെ പ്രതികളായ 5 പോലീസുകാരെ ചോദ്യം ചെയ്യുന്നതിന് മുൻപായി പരമാവധി തെളിവുകൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം ചെയ്യുന്നത്. മാധ്യമപ്രവർത്തകൻ പകർത്തിയ വീഡിയോ ദൃശ്യങ്ങളാണ് നിലവിൽ കേസിലെ പ്രധാന തെളിവ്. ഇത് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇതിനൊപ്പം സമീപത്തെ CCTV ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങളും സംഭവ സ്ഥലത്തുണ്ടായിരുന്നവർ മൊബൈൽ ഫോൺ ക്യാമറയിൽ പകർത്തിയ ദൃശ്യങ്ങളും പോലീസ് ശേഖരിക്കുന്നുണ്ട്. തെളിവുകൾ ശേഖരിച്ച ശേഷം 5 പ്രതികൾക്കും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകുമെന്ന് SIT അറിയിച്ചു. ഈ കേസിൽ പിണറായി വിജയന്റെ മൊഴിയെടുക്കാനെങ്കിലും ഷൗക്കത്ത് എത്തിയാൽ ഇരട്ട ചങ്കൻ തീർന്നു. കോടതി കയറേണ്ടി വന്നാൽ പിന്നെ ചങ്കനില്ല. അന്ന് രക്ഷാപ്രവർത്തനത്തിന്റെ ദൃശ്യം കണ്ട കോടതി പൊട്ടിത്തെറിച്ചിരുന്നു. കേസ് വിചാരണയ്ക്കെത്തുമ്പോൾ കോടതിക്കും മുഖം നോക്കാതെ കട്ടയ്ക്ക് വിമർശിക്കേണ്ടി വരും. രക്ഷാപ്രവർത്തകർക്ക് കുരുക്കായത് ജയ്ഹിന്ദിന്റെ ചാനൽ ക്യാമറാമാൻ എടുത്ത ആ വീഡിയോയാണ്. എല്ലാ ഉദ്യോഗസ്ഥരുടെയും മുഖം അതിൽ കൃത്യമായി പതിഞ്ഞിട്ടുണ്ട്. കേസ് മുറുകുകയാണ്. തോമസ് പിന്നോട്ടേക്കില്ലാതെ കട്ടയ്ക്ക് നിൽക്കുന്നു. പിണറായി ഇപ്പോൾ തൃശങ്കു സ്വർഗത്തിലാണ്. ഒടുക്കം കേസ് പിൻവലിക്കാൻ പിണറായിക്ക് AD തോമസിന്റെ മുന്നിൽ തൊഴുതു നിൽക്കേണ്ടി വരുമോ എന്ന് കോൺഗ്രസിന്റെ സൈബർ ഗ്രൂപ്പുകളിൽ പരിഹാസം. ഏറ്റവും വലിയ പണി കിട്ടിയിരിക്കുന്നത് 10 വർഷക്കാലം പിണറായിക്കൊപ്പം നിന്ന് ഗുണ്ടായിസം കാണിച്ച ഏമാന്മാരും ഉദ്യോഗസ്ഥരുമൊക്കെയാണ്. അവരൊക്കെ ഭീതിയിലാണ്. രക്ഷാപ്രവർത്തനത്തിൽ അന്വേഷണം വന്നതുപോലെ മറ്റു കേസുകളിൽ അന്വേഷണം വരുമോ? വന്നാൽ തീർന്നു. അങ്ങനെ വല്ലാത്ത ആശങ്കയിലും ഭീതിയിലും മുൾമുനയിലുമാണ് പിണറായി കാലത്തെ ഉദ്യോഗസ്ഥർ.